നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂട് പിടിക്കുമ്പോൾ ശക്തമായ വിമർശനവും അഭിപ്രായ പ്രകടനങ്ങളുമായി പ്രമുഖ നേതാക്കൾ രംഗത്തെത്തി. UDF തകർച്ചയിലും പ്രതിസന്ധിയിലുമാണെന്ന് MA ബേബി പറഞ്ഞു. നിലമ്പൂരിൽ LDFനെതിരെ മഴവിൽ സഖ്യമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ ആരോപിച്ചു. കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുന്ന രീതിയാണ് UDFൻ്റെതെന്ന് PV അൻവർ പറഞ്ഞപ്പോൾ അൻവറിന് മറുപടി പറയാനില്ലെന്ന് VD സതീശനും ആര്യാടൻ ഷൗക്കത്തും. അൻവർ വിഷയം വിശദമായി മനസ്സിലാക്കിയിട്ടില്ലെന്ന് KC വേണുഗോപാലും പ്രതികരിച്ചു. കൂടെയുള്ളവരെ കൊണ്ട് തന്നെ കാല് പിടിപ്പിക്കുകയാണ് കോൺഗ്രസ് എന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. UDF തകർച്ചയിലും പ്രതിസന്ധിയിലുമാണെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. UDF തന്നെ വളരെ വലിയൊരു തകർച്ചയിലും ആശയക്കുഴപ്പത്തിലുമാണ്. കോൺഗ്രസ് എങ്ങനെയായിരുന്നു നിങ്ങൾക്കെല്ലാം അറിയാം. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണ്ണയം എങ്ങനെയാണ് നടന്നതെന്ന്. അതുകൊണ്ട് LDFന് വളരെ അനുകൂലമായ സാഹചര്യമാണ്. നിലമ്പൂരിൽ CPMനെതിരെ മഴവിൽ സഖ്യമുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ആരോപിച്ചു. നിലമ്പൂരിൽ LDF ഉജ്ജ്വല വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം തമ്മിൽ ചേർന്ന് നിന്ന് ഒരു മഴവിൽ സഖ്യം വർഗീയ ശക്തികൾ ഉൾപ്പെടെ നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിലും ഉള്ളതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDPI ഉൾപ്പെടെ ചേർന്ന് BJPയുടെ കൂടി പിന്തുണയോടുകൂടി UDF മത്സരിക്കുക. അതിൽ അവരുടെ ഇടയിലുള്ള കുഴപ്പമാണിപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല സംഘർഷത്തിലാണ് UDF ഉള്ളത്. അതേസമയം കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുന്ന രീതിയാണ് UDFൻ്റെതെന്ന് PV അൻവർ പരിതപിച്ചു. വസ്ത്രാക്ഷേപം നടത്തി തൻ്റെ മുഖത്ത് ചെളിവാരി എറിയുന്ന നിലപാടാണ് UDF സ്വീകരിച്ചതെന്നും PV അൻവർ പറഞ്ഞു. ഈ കഴിഞ്ഞ 3-4 മാസമായി ഒരു മനുഷ്യൻ്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എൻ്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം. അത് കാണുന്നുണ്ടല്ലോ എല്ലാം. അൻവർ പറയുന്ന ഓരോ കാര്യത്തിനും മറുപടി പറയേണ്ട ബാധ്യത തനിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇന്നലെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സതീശൻ വ്യക്തമാക്കി. പിന്നെ നമുക്കിപ്പോൾ ഓരോരുത്തർ പറയുന്നതിനും ഞാൻ പത്രസമ്മേളനം നടത്തി മറുപടി പറയുന്നതിന് ഒരു അനൗചിത്യമുണ്ട്. അവസാന വാചകം പറഞ്ഞു, ഏറ്റവും ലളിതമായ കാര്യത്തിലാണ് പറഞ്ഞത്. എന്നാൽ PV അൻവറിന് മറുപടി പറയാനില്ലെന്ന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചു. അൻവറിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഞാനല്ല പ്രതികരിക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ. അതേസമയം അൻവർ വിഷയം എന്താണെന്ന് വിശദമായി പരിശോധിച്ചിട്ടില്ലെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. എന്താണ് വിശദമായി നടന്നതെന്ന് എനിക്കറിയില്ല. മാത്രമല്ല എന്താണ് ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കേരളത്തിലെ PCC പ്രസിഡന്റായിട്ടോ പ്രതിപക്ഷ നേതാവായിട്ടോ വിശദമായിട്ടുള്ള ഒരു ചർച്ച നടത്താനും പറ്റിയിട്ടില്ല. എന്താണ് അതേസമയം PV അൻവറിനെ പരിഹസിച്ച് VM സുധീരനും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് സമയത്ത് വിലപേശലുമായി വരുന്നത് നല്ല ലക്ഷണമല്ലെന്നും അത് ആരോഗ്യകരമായ പ്രവണതയല്ലെന്നും സുധീരൻ പറഞ്ഞു. ആ തിരിച്ചറിവ് PV അൻവറിന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും VM സുധീരൻ കൂട്ടിച്ചേർത്തു. ഒന്നാമത് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് വിലപേശലുമായി വരുന്നത് ഒരു നല്ല ലക്ഷണമായി ആരും കാണില്ല. ആ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രത്യാശ. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.